മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജിമ്മി ജെയിംസിനെതിരെ എഫ്ഐആർ ഇട്ടത് ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ്. ചാരനിറത്തോടുകൂടിയ നീല ഷർട്ട് ധരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മീഡിയ വൺ എന്ന ചാനൽ വഴി അപമാനിച്ചു എന്നാണ് എഫ്ഐആറിലുള്ളത്. എഫ്ഐആറിന്റെ പൂർണ്ണ രൂപം കർമ്മ ന്യൂസിന് ലഭിച്ചു. മനഃപൂർവ്വം കലാപമുണ്ടാക്കാനുള്ള നീക്കത്തോടും ലക്ഷ്യത്തോടും പ്രവർത്തിക്കുക എന്ന വകുപ്പ് ജിമ്മി ജെയിംസിനെതിരെ ചുമത്തിയിരിക്കുകയാണ് ദില്ലി പോലീസ്. കലാപ വകുപ്പുകൾ ദില്ലി പോലീസ് ചുമത്തിയത് ഗൗരവകരമായ വകുപ്പുകളാണ്. ജിമ്മി ജെയിംസിനെതിരെ ചുമത്തിയ BNS 192 അത് കലാപം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയും ഉദ്ദേശപൂർവ്വം പ്രേരണ നൽകൽ എന്നീ നിർവചനത്തിൽ വരും. ഭാരതീയ ന്യായ സംഹിത അതായത് BNSന്റെ സെക്ഷൻ 356/2 ക്രിമിനൽ കുറ്റവും എഫ്ഐആറിൽ ചുമത്തിയിട്ടുണ്ട്. ഈ വകുപ്പ് ക്രിമിനൽ അപകീർത്തിപ്പെടുത്തൽ കുറ്റത്തിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്ന ഏതൊരാൾക്കും 2 വർഷം വരെ തടവോ പിഴയോ സമൂഹ സേവനമോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകാമെന്നാണ് ഈ വകുപ്പ് നിർദ്ദേശിക്കുന്നത്. എഫ്ഐആറിൽ ഇതുവരെ പ്രതിയുടെ പേരുള്ള ഭാഗത്ത് അൺനോൺ എന്നാണുള്ളത്. എന്നാൽ എഫ്ഐആറിൽ കൃത്യം ചെയ്തു എന്ന പരാതിയുടെ ഭാഗത്താണ് ജിമ്മിയുടെ പേര് ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ദേശീയ പതാക, സുപ്രീം കോടതി എന്നീ കൂടാതെ അതോടൊപ്പം ഇന്ത്യൻ സൈന്യം എന്നീ ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുന്നതും ഗുരുതരമായ കുറ്റകൃത്യമാണ്. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അടക്കം നിലനിൽക്കും എന്നതാണ് പുതിയ നിയമം. മാത്രമല്ല, ഇത്തരം പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാനും അവരുടെ പാസ്പോർട്ട് റദ്ദ് ചെയ്ത് വിദേശത്തേക്ക് പോകുന്നത് തടയാനുമാകും എന്നാണ് നിയമവിദഗ്ധനായ ബിലാൽ പട്ടേൽ ദില്ലിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മീഡിയ വൺ സ്ഥാപനത്തിനെതിരെ ഇതുവരെ നടപടിയില്ലെങ്കിലും ജിമ്മി ജെയിംസിനെതിരെ നടപടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ ചാണകത്തലയൻ എന്ന് മീഡിയ വൺ പരിപാടിക്കിടെയാണ് ജിമ്മി ജെയിംസ് വിളിച്ചത്. അത് സമൂഹ മാധ്യമത്തിലൂടെ വിളിച്ച് അപമാനിച്ചു എന്നതാണ് കേസിന് ആസ്പദമായ സംഭവം. തുടർന്ന് ഈ പരിപാടി ചാനൽ സംപ്രേഷണം ചെയ്തു. എഫ്ഐആറിൽ പരാമർശിക്കുന്ന പരാതിക്കാരൻ സന്ദീപ് ദേദ എന്ന ദില്ലി സ്വദേശിയാണ്. എഫ്ഐആറിലെ പരാമർശങ്ങൾ ഇങ്ങനെയാണ്. അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ അധിക്ഷേപവും അപകീർത്തിപരവുമായ പരാമർശങ്ങൾ മീഡിയ വൺ ചാനലിൽ നടത്തി. മീഡിയ വൺ TV എന്ന വാർത്താ ചാനലിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു സംവാദത്തിനിടെ നടത്തിയ അധിക്ഷേപകരവും അതോടൊപ്പം തന്നെ അപകീർത്തികരവുമായ പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടായി. ഈ വീഡിയോയിൽ മീഡിയ വൺ വാർത്താ അവതാരകനായ ജിമ്മി ജെയിംസ് എന്ന ചാരനിറത്തിലുള്ള നീല ഷർട്ട് ധരിച്ച ഒരാൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ചാണകത്തലയൻ എന്ന് പരസ്യമായി പരാമർശിച്ചിട്ടുണ്ട്. ഈ പദം കൗഡൻ തല എന്നാണ് വിവർത്തനം. പശുവിന്റെ തീട്ടം എന്നർത്ഥം വരുന്ന രീതിയിലാണ് മോദിയെ താരതമ്യം നടത്തിയത്. അത് ഗൗരവമായ അപകീർത്തികരവും അനാദരവ് നിറഞ്ഞതുമാണെന്ന് എഫ്ഐആറിൽ പരാമർശിക്കുന്നുണ്ട്. ശ്രീ ജിമ്മി ജെയിംസ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ചാണകത്തലയൻ എന്ന പദം ഉപയോഗിച്ച് പരാമർശിച്ചതായി ആരോപിക്കപ്പെടുന്ന പോസ്റ്റ് ന്യൂസ് ചാനലിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിരുന്നുവെന്നും എഫ്ഐആറിൽ പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പൊതുവേദിയിൽ അത്തരം അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിക്കുന്നത് കുറ്റകരവും അപകീർത്തികരവുമാണെന്ന് എഫ്ഐആറിൽ പരാമർശിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്തസ്സിനും പ്രശസ്തിക്കും ഹാനികരമാണ് ഇത്തരം പോസ്റ്റുകൾ. അത്തരം പെരുമാറ്റം പൊതു ചർച്ചകളിൽ അധിക്ഷേപകരവും നിരുത്തരവാദപരവുമായ പ്രസംഗങ്ങൾ പ്രചരിപ്പിക്കുമെന്നും കാരണമാകുന്നു. അപകീർത്തിപരമായ ഉള്ളടക്കം പോസ്റ്റ് ചെയ്ത വ്യക്തിക്കെതിരെ ദയവായി ഈ വിഷയം ശ്രദ്ധിക്കുകയും ഉചിതമായ അന്വേഷണം നടത്തുകയും നിയമപ്രകാരം ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടതായും എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട ആവശ്യമായ കൂടുതൽ വിവരങ്ങളോ സഹായമോ നൽകാൻ പരാതിക്കാരൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അതായത് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ നടത്തിയ അപകീർത്തികരവും അതോടൊപ്പം തന്നെ അപകീർത്തികരവുമായ പരാമർശങ്ങൾ അപ്ലോഡ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതായി പരാതിക്കാരൻ പറയുന്നുണ്ട്.